നമസ്കാരം, എല്ലാവർക്കും രാഹുലിന്റെ PSC SSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫാക്ട് അബൌട്ട് ഇന്ത്യ എന്ന ടോപ്പിക്കിലെ സിക്കിം സംസ്ഥാനത്തെ കുറിച്ചാണ്. സിക്കിം ദ ഗ്രീനസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. തുടങ്ങാം. 1975 36ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം നിലവിൽ വന്ന സംസ്ഥാനമാണ് സിക്കിം. 1975 36ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം നിലവിൽ വന്ന സംസ്ഥാനമാണ് സിക്കിം. ഈ സിക്കിം നിലവിൽ വരുമ്പം സിക്കിമിന് കുറച്ച് സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സിക്കിമിന് കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷനെ പറ്റി പരാമർശിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 371F. ശ്രദ്ധിക്കണേ, ആർട്ടിക്കിൾ 371F എന്താണ്? സിക്കിമിന് കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷനെ പറ്റി പരാമർശിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 371F. ശരി, നമുക്ക് നോക്കാം. സിക്കിം സംസ്ഥാനം നിലവിൽ വന്ന ദിവസം. നിലവിൽ വന്നത് 1975 മെയ് മാസം 16ാം തീയതിയാണ്. സിക്കിം സംസ്ഥാനം നിലവിൽ വരുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാമേ. 1975 36ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, 36ാമത് ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനമാണ് സിക്കിം. സിക്കിം നിലവിൽ വരുമ്പം സിക്കിമിന് കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷനെ പറ്റി പരാമർശിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 371F. ആർട്ടിക്കിൾ 371F. അതുപോലെ സംസ്ഥാനം നിലവിൽ വന്ന ദിവസം എന്ന് ചോദിച്ചാൽ അതാണ് 1975 മെയ് മാസം 16ാം തീയതി. നമുക്ക് നോക്കാം സിക്കിമിന്റെ മറ്റു പ്രത്യേകതകളെ കുറിച്ച്. സെക്കൻഡ് സ്മാളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. സെക്കൻഡ് സ്മാളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം. അതുപോലെ സെക്കൻഡ് സ്മാളസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. സ്മാളസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതായത് കരയാൽ ചുറ്റപ്പെട്ട ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് സിക്കിം. അതുപോലെ മറ്റൊരു പോയിന്റ് ആണ് ലീസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. നോക്കിയാണേ, ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം. കരയാൽ ചുറ്റപ്പെട്ട ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് സിക്കിം. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് സിക്കിം. ഈ സിക്കിം എന്ന വാക്കിനർത്ഥം ന്യൂ പാലസ് എന്നാണ്. സിക്കിം എന്ന വാക്കിനർത്ഥം ന്യൂ പാലസ് എന്നാണ്. ശരി, നമുക്ക് നോക്കാം സിക്കിമിന്റെ മറ്റു പ്രത്യേകതകളെ കുറിച്ച്. സിക്കിം അറിയപ്പെടുന്ന പേര് ഗ്രീനസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഗ്രീനസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് സിക്കിമാണ്. അതുപോലെ ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് സിക്കിമാണ്. ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് സിക്കിമാണ്. അതുപോലെ തന്നെ നിർമ്മൽ ഭാരത് അഭിയാന്റെ 100% സാനിറ്റേഷൻ ആദ്യം കിട്ടുന്നതും സിക്കിമിനാണ്. 100% സാനിറ്റേഷൻ under നിർമ്മൽ ഭാരത് അഭിയാൻ.
നിർമ്മൽ ഭാരത് അഭിയാന്റെ കീഴിൽ ആദ്യമായി 100% സാനിറ്റേഷൻ കിട്ടുന്ന സംസ്ഥാനവും സിക്കിമാണ്. അതുപോലെ നിർമ്മൽ ഭാരത് അവാർഡ് ആദ്യമായി കിട്ടുന്ന സ്റ്റേറ്റും സിക്കിമാണ്. ആദ്യമായി കിട്ടുന്ന സംസ്ഥാനവും സിക്കിമാണ്. സിക്കിം അറിയപ്പെടുന്ന പേരാണ് ഗ്രീനസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഗ്രീനസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആണ് സിക്കിം. ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആണ് സിക്കിം. നിർമ്മൽ ഭാരത് അഭിയാന്റെ കീഴിൽ ആദ്യമായി 100% സാനിറ്റേഷൻ കിട്ടുന്ന സംസ്ഥാനവും സിക്കിമാണ്. അതുപോലെ നിർമ്മൽ ഭാരത് അവാർഡ് കിട്ടുന്ന ആദ്യ സംസ്ഥാനവും സിക്കിമാണ്. നമുക്ക് നോക്കാം സിക്കിമിന്റെ മറ്റു പ്രത്യേകതകളെ കുറിച്ച്. നാഷണൽ ഓർഗാനിക് ഫാർമിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിക്കിമിലാണ്. നാഷണൽ ഓർഗാനിക് ഫാർമിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിക്കിമിലാണ്. നാഷണൽ ഓർഗാനിക് ഫാർമിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിക്കിമിലാണ്. അതുപോലെ തന്നെ നാഷണൽ റിസർച്ച് സെന്റർ ഓൺ ഓർക്കിഡ് എവിടെയാണ്? സിക്കിമാണ്. നാഷണൽ റിസർച്ച് സെന്റർ ഓൺ ഓർക്കിഡ് എവിടെയാണ്? സിക്കിം. നാഷണൽ ഓർഗാനിക് ഫാർമിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിക്കിമിലാണ്. അതുപോലെ തന്നെ നാഷണൽ റിസർച്ച് സെന്റർ ഓൺ ഓർക്കിഡ് എവിടെയാണ്? സിക്കിമിലാണ്. ശരി, ഓൺലൈൻ ലോട്ടറി തുടങ്ങുന്ന ആദ്യ സംസ്ഥാനമാണ് സിക്കിം. ഫസ്റ്റ് സ്റ്റേറ്റ് സ്റ്റാർട്ട് ഓൺലൈൻ ലോട്ടറി തുടങ്ങുന്ന ആദ്യ സംസ്ഥാനമാണ് സിക്കിം. ഇവിടെ നാഷണൽ ഓർഗാനിക് ഫാർമിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിക്കിമിലാണ്. നാഷണൽ റിസർച്ച് സെന്റർ ഓൺ ഓർക്കിഡ് സിക്കിമിലാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു സ്റ്റാർട്ട് ഓൺലൈൻ ലോട്ടറി തുടങ്ങുന്ന ആദ്യ സംസ്ഥാനവും സിക്കിമിലാണ്. ശരി, നമുക്ക് നോക്കാം സിക്കിമിന്റെ ബാക്കി പ്രത്യേകതകളെ കുറിച്ച്. നമുക്ക് നോക്കാം സിക്കിമിന്റെ നദികളെ കുറിച്ച് നോക്കാം. സിക്കിമിലെ പ്രധാനപ്പെട്ട നദികളാണ് ദാർല നദി, ലാച്ചൻ നദി, അതുപോലെ ലാച്ചുങ് നദി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നദിയാണ് തീസ്ത നദി. അതുപോലെ തന്നെ റാങ്പോ നദി സിക്കിമിലാണ്. സിക്കിമിലെ പ്രധാനപ്പെട്ട നദികളാണ്, റിവേഴ്സ് ആണ് ദാർല നദി, ലാച്ചൻ നദി, ലാച്ചുങ് നദി, തീസ്ത റിവർ, റാങ്പോ റിവർ. ഈ തീസ്ത അറിയപ്പെടുന്ന പേരാണ് ലൈഫ് ലൈൻ ഓഫ് സിക്കിം. തീസ്ത അറിയപ്പെടുന്ന പേരാണ് ലൈഫ് ലൈൻ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നു. തീസ്ത ലൈഫ് ലൈൻ ഓഫ് സിക്കിം ആണ് തീസ്ത. അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് തീസ്ത നദി. പ്രധാനപ്പെട്ട നദികളാണ് ദാർല നദി, ലാച്ചൻ നദി, ലാച്ചുങ്, തീസ്ത, റാങ്പോ. നമുക്ക് നോക്കാം കാഞ്ചൻജംഗയെ കുറിച്ച്. കാഞ്ചൻജംഗയെ കുറിച്ച് നോക്കാം. കാഞ്ചൻജംഗ ഒത്തിരി പോയിന്റ്സ് ഉണ്ട് കാഞ്ചൻജംഗയെ കുറിച്ച്. ഒന്നാമത്തെ പോയിന്റ് 8586 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. കാഞ്ചൻജംഗ 8586 മീറ്റർ ആണ്. 8586 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. അതുപോലെ
ഇത് കാഞ്ചൻജംഗ സിക്കിമിലാണ്. കാഞ്ചൻജംഗ സിക്കിമിലാണ്. കാഞ്ചൻജംഗ സിക്കിമിലാണ്. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഹയസ്റ്റ് പീക്കാണ് കാഞ്ചൻജംഗ. തേർഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. തേർഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഹയസ്റ്റ് പീക്കാണേത് കാഞ്ചൻജംഗ. അതുപോലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. 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 അതുപോലെ ഹയസ്റ്റ് ഹിമാലയൻ പീക്ക് ഇൻ ഇന്ത്യ. ഹയസ്റ്റ് ഹിമാലയൻ പീക്ക് ഇൻ ഇന്ത്യ. ഹയസ്റ്റ് ഹിമാലയൻ പീക്ക് ഇൻ ഇന്ത്യ. ഇൻ ഇന്ത്യ. ഹയസ്റ്റ് ഹിമാലയൻ പീക്ക് ഇൻ ഇന്ത്യ. അതുപോലെ ഹയസ്റ്റ് പീക്ക് എൻറ്റയർലി ഇൻസൈഡ് ഇന്ത്യ. ഹയസ്റ്റ് പീക്ക് എൻറ്റയർലി ഇൻസൈഡ് ഇന്ത്യ. ഇനിയുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം. കാഞ്ചൻജംഗയുടെ ഹൈറ്റ് ആണ് 8586. 8586 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. കാഞ്ചൻജംഗ സിക്കിമിലാണ്. കാഞ്ചൻജംഗ സിക്കിമിലാണ്. അതുപോലെ തേർഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഹയസ്റ്റ് പീക്കാണ് കാഞ്ചൻജംഗ. അതുപോലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഹയസ്റ്റ് പീക്കാണ്. അതുപോലെ ഇന്ത്യയിലെ ഹിമാലയൻ പീക്കുകളിലെ ഏറ്റവും ഹയസ്റ്റ് ആണ് കാഞ്ചൻജംഗ. അതുപോലെ ഹയസ്റ്റ് പീക്ക് എൻറ്റയർലി ഇൻസൈഡ് ഇന്ത്യ. എൻറ്റയർലി ഇൻസൈഡ് ഇന്ത്യ. ഹയസ്റ്റ് പീക്ക് എൻറ്റയർലി ഇൻസൈഡ് ഇന്ത്യ. അതുപോലെ തന്നെ ഹയസ്റ്റ് പീക്ക് ഇൻ അൺഡിസ്പ്യൂട്ടഡ് ഇന്ത്യ. ഹയസ്റ്റ് പീക്ക് ഇൻ അൺഡിസ്പ്യൂട്ടഡ് ഇന്ത്യ. ഹയസ്റ്റ് പീക്ക് ഇൻ അൺഡിസ്പ്യൂട്ടഡ് ഇന്ത്യ. അൺഡിസ്പ്യൂട്ടഡ് ഇന്ത്യ. അതായത് മൊത്തമായും ഇന്ത്യയിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് കാഞ്ചൻജംഗ. അതുപോലെ തർക്കരഹിത ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? കാഞ്ചൻജംഗയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. കാഞ്ചൻജംഗയെ കുറിച്ച് പറഞ്ഞതാണ് 8586 മീറ്റർ. 8586 മീറ്റർ. 8586 മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. സിക്കിം സംസ്ഥാനത്തിലാണ്. പിന്നെ പറഞ്ഞത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് കാഞ്ചൻജംഗ. പിന്നെ പറഞ്ഞത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഹയസ്റ്റ് പീക്കാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഹയസ്റ്റ് പീക്കാണ്. സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. അതുപോലെ ഹയസ്റ്റ് ഹിമാലയൻ പീക്ക് ഇൻ ഇന്ത്യ. ഹയസ്റ്റ് ഹിമാലയൻ പീക്ക് മൗണ്ടൻ എവറസ്റ്റ് ആണ്. ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഹിമാലയൻ പീക്കിൽ വെച്ചിട്ട് കാഞ്ചൻജംഗയാണ്. ശ്രദ്ധിക്കണേ, ഹയസ്റ്റ് ഹിമാലയൻ പീക്ക് മൗണ്ടൻ എവറസ്റ്റ് ആണ്. എന്നാൽ ഹിമാലയൻ നിലകളിൽ ഹയസ്റ്റ് പീക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കാഞ്ചൻജംഗയാണ്. അതുപോലെ ഹയസ്റ്റ് പീക്ക് എൻറ്റയർലി ഇൻസൈഡ് ഇന്ത്യ. അങ്ങനെ പറയാനുള്ള കാരണം മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. പക്ഷെ മൗണ്ട് കേറ്റു ഇരിക്കുന്നത് കാരക്കോറം റേഞ്ചിലാണ്. അത് മാത്രമല്ല അത് POK ആണ്, പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീരിലാണ്. അതുകൊണ്ടാണ് ഹയസ്റ്റ് പീക്ക് എൻറ്റയർലി ഇൻസൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് അകത്ത് മാത്രം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഹയസ്റ്റ് പീക്ക് ആരാണ്? കാഞ്ചൻജംഗയാണ്. അതുപോലെ ഹയസ്റ്റ് പീക്ക് ഇൻ അൺഡിസ്പ്യൂട്ടഡ് ഇന്ത്യ എന്ന് പറയാനുള്ള കാരണവും. ഓക്കെ, ഇത്രയും പോയിന്റ്സ് കാഞ്ചൻജംഗയെ കുറിച്ച് മാത്രമുള്ളതാണ്. ശരി, നമുക്ക് അടുത്ത് നോക്കാം. രണ്ട് പാസുകൾ, സിക്കിമിലെ രണ്ട് പ്രധാനപ്പെട്ട പാസുകൾ നോക്കാം. സിക്കിമിലെ പ്രധാനപ്പെട്ട പാസ്സാണ് നാഥുല പാസ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നാഥുല പാസ്. എവിടെയാണെന്ന്? സിക്കിമിലാണ്. കണക്ട് ചെയ്യുന്നത് സിക്കിമിനെയും ലാസ ഇൻ ടിബറ്റ്. ലാസ ഇൻ ടിബറ്റ്. സിക്കിമിനെയും ടിബറ്റിനെയും ലാസയും തമ്മിൽ കണക്ട് ചെയ്യുന്നു നാഥുല പാസ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പാസ്സാണ് ജലപ്ല പാസ്. ജലപ്ല കണക്ട് ചെയ്യുന്നത് സിക്കിമിനെയും ഭൂട്ടാനെയും തമ്മിലാണ്. സിക്കിമിനെയും ഭൂട്ടാനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു.
സിക്കിമിലെ പ്രധാനപ്പെട്ട 2 പാസുകളാണ് നോക്കിയത്. നാഥുല പാസും ജലപുലായും. സിക്കിം ലാസ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് നാഥുല പാസ്. സിക്കിമിനെയും ഭൂട്ടാനും തമ്മിൽ കണക്ട് ചെയ്യുന്നു ജലപുല പാസ്. ഓക്കെ, അടുത്തിലോട്ട് പോകാം. നമുക്ക് നോക്കാം സിക്കിമിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസിനെ കുറിച്ച്. സിക്കിമിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ആണ് ലൂകാങ്തോമ, അതുപോലെ തന്നെ റഞ്ചോമ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഡാൻസ് ഫോംസ് ആണ് യാക്ചാം ഡാൻസ്, സിംഗിചാം. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഡാൻസ് ആണ് മറുണി. ഒക്കെയാണ് ലൂകാങ്തോമ, റഞ്ചോമ, യാക്ചാം, സിംഗിചാം, മറുണി. ഇതെല്ലാം സിക്കിം സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ആണ്. നമുക്ക് നോക്കാം സിക്കിമിലെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളെ കുറിച്ച്. പ്രധാനപ്പെട്ട 1ാമത്തെ സ്ഥലമാണ് യുംതാങ്. എന്താണെന്ന് വെച്ചാൽ ഹോട്ട് സ്പ്രിംഗ് സൈറ്റ് ഇൻ സിക്കിം. ആണ് യുംതാങ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് യുക്സോം. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് സിക്കിം ആണ് യുക്സാം. അതുപോലെ തന്നെ മീറ്റിംഗ് പ്ലേസ് ഓഫ് ലാമാസ് ഇൻ സിക്കിം. മീറ്റിംഗ് പ്ലേസ് ഓഫ് ലാമാസ് ഇൻ സിക്കിം ആണ് യുക്സം. യുംതാങ് എന്താണ് ഹോട്ട് സ്പ്രിംഗ് സൈറ്റ് ഇൻ സിക്കിം. അതുപോലെ യുക്സം എന്താണ് ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നു. അതുപോലെ മീറ്റിംഗ് പ്ലേസ് ഓഫ് ലാമാസ് ഇൻ സിക്കിം. അതുപോലെ തന്നെ ശുക്ല കച്ച് ഉണ്ട്. ശുക്ല കച്ച് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആണ്. വാൾ പെയിന്റിങ്ങിന് ഫേമസ് ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആണ് ശുക്ല കച്ച്. എന്താണ് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആണ്. എന്താണ് പ്രത്യേകത? വാൾ പെയിന്റിങ്ങിന് ഫേമസ് ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആണ് സിക്കിമിലെ ശുക്ല കച്ച്. യുംതാങ് എന്താണ് ഹോട്ട് സ്പ്രിംഗ് സൈറ്റ് ഇൻ സിക്കിം. അതുപോലെ യുക്സം എന്താണ് ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്നു. മീറ്റിംഗ് പ്ലേസ് ഓഫ് ലാമാസ് ഇൻ സിക്കിം. നമുക്കിനി നോക്കാം സിക്കിമിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്ക്. കങ്സൻസോങ്ഗ നാഷണൽ പാർക്ക് സിക്കിമിലാണ്. അതുപോലെ ബാർസെ റോഡോ ഡെൻഡ്രോൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി സിക്കിമിലാണ്. അതുപോലെ ഫാംബുങ് ല വൈൽഡ് ലൈഫ് സാങ്ച്വറി സിക്കിമിലാണ്. അതുപോലെ കിതാം വൈൽഡ് ലൈഫ് സാങ്ച്വറി സിക്കിമിലാണ്. അതുപോലെ ക്യോങ്നോസ്ല വൈൽഡ് ലൈഫ് സാങ്ച്വറി സിക്കിമിലാണ്. പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ് കങ്സൻസോങ്ഗ നാഷണൽ പാർക്ക് സിക്കിമിലെ. അതുപോലെ ബാർസെ റോഡോഡെൻഡ്രോൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ ഫാംബുങ് ല വൈൽഡ് ലൈഫ് സാങ്ച്വറി, കിതാം വൈൽഡ് ലൈഫ് സാങ്ച്വറി, ക്യോൻലോസ്ല വൈൽഡ് ലൈഫ് സാങ്ച്വറി. നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ഫെസ്റ്റിവലിനെ കുറിച്ച്.
നോക്കിയാണേ, പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ് ലോസോങ് ഫെസ്റ്റിവൽ, ലോസോങ് ഫെസ്റ്റിവൽ, ലോസോങ് ഫെസ്റ്റിവൽ. അതുപോലെ ലോസാർ ഫെസ്റ്റിവൽ, ലബാബ് ഡച്ചൻ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ കൽച്ചക്ര ഫെസ്റ്റിവൽ, കൽച്ചക്ര പൂജ ഫെസ്റ്റിവൽ, കൽച്ചക്ര പൂജ ഫെസ്റ്റിവൽ എവിടെയാണ്? സിക്കിമിലാണ്. സിക്കിമിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ് ലോസോങ് ഫെസ്റ്റിവൽ, ലോസാർ ഫെസ്റ്റിവൽ, ലബാബ് ഡച്ചൻ ഫെസ്റ്റിവൽ, കാൽചക്ര പൂജ ഫെസ്റ്റിവൽ. ശരി, ഇതോടുകൂടി കഴിഞ്ഞില്ല. നമുക്ക് നോക്കാം. സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് ത്രിലോചൻ പൊക്രേൽ, ത്രിലോചൻ പൊക്രേൽ. ത്രിലോചൻ പൊക്രേൽ എന്താണ്? സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇതോടുകൂടി സിക്കിം സംസ്ഥാനത്തിന്റെ സ്ട്രാറ്റജിക്ക് എല്ലാം കഴിയുന്നു. എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.